ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജസ്ഥാനിലെ ജയ്സൽമാറിലെത്തി. ഇന്ത്യൻ വ്യോമസേനയുടെ വായുശക്തി അഭ്യാസം രാഷ്ട്രപതി ഇന്ന് വീക്ഷിക്കും. വികസിത ഭാരതത്തിനായി സാങ്കേതിക വിദ്യ, പരിഷ്കാരങ്ങൾ, ധനകാര്യം എന്ന വിഷയത്തിലെ ബജറ്റാനന്തര വെബിനാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും. ഇന്ത്യ ഇസ്രയേൽ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ആദ്യ റൌണ്ട് ചർച്ചകൾ ന്യൂഡൽഹിയിൽ വിജയകരമായി പൂർത്തിയായി. 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഇന്ന് മുംബൈയിലെത്തും. ബ്രഹ്മപുരം കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കും. ICC പുരുഷ 2020 ലോകകപ്പ് ക്രിക്കറ്റിലെ സൂപ്പർ 8-ൽ സിംബാബ്വേക്കെതിരെ ഇന്ത്യയ്ക്ക് 72 റൺസ് ജയം. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്നലെ രാജസ്ഥാനിലെ ജയ്സൽമീറിലെത്തി. ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്കടുത്തുള്ള പൊഖ്രാൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിൽ ഇന്ത്യൻ വ്യോമസേനയുടെ വായുശക്തി അഭ്യാസം രാഷ്ട്രപതി വീക്ഷിക്കും. ഇന്ത്യൻ വ്യോമസേനയുടെ വിവിധ വിമാനങ്ങൾ അവയുടെ പ്രവർത്തന ശേഷി പ്രദർശിപ്പിക്കും. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്, മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ എന്നിവരും പങ്കെടുക്കും. രാജ്യത്തെ തദ്ദേശീയ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ പ്രചന്ദിൽ യാത്ര ചെയ്ത ശേഷമാകും രാഷ്ട്രപതി പരിപാടി വീക്ഷിക്കാനെത്തുക. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷന്റെ 57ാമത് ബിരുദദാന ചടങ്ങ് ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യ അതിഥിയാകും. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് അധ്യക്ഷത വഹിക്കും. IIMCയിലെ പുതിയ അക്കാദമിക് ഹോസ്റ്റൽ ബ്ലോക്കുകളുടെ തറക്കല്ലിടലും ഇതോടൊപ്പം നടക്കും. വികസിത ഭാരതത്തിനായുള്ള സാങ്കേതിക വിദ്യ, പരിഷ്കാരങ്ങൾ, ധനകാര്യം എന്ന വിഷയത്തിൽ ഇന്ന് നടക്കുന്ന ബജറ്റാനന്തര വെബിനാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും. പൊതുമൂലധനം, അടിസ്ഥാന സൗകര്യ വികസനം, ബാങ്കിംഗ് മേഖലയിലെ പരിഷ്കാരങ്ങൾ എന്നിവയെക്കുറിച്ച് ചർച്ചകൾ നടക്കും. 2026-27 കേന്ദ്ര ബജറ്റിനെ അടിസ്ഥാനമാക്കി സംഘടിപ്പിക്കുന്ന ബജറ്റാനന്തര വെബിനാർ പരമ്പരയിലെ ആദ്യത്തേതാണിത്. ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നത് ഉറപ്പാക്കാൻ വെബിനാർ ലക്ഷ്യമിടുന്നു. ഭൗമ ഭൗതിക പര്യവേക്ഷണം, സംസ്കാരം, മത്സ്യബന്ധനം, UPI, വിദ്യാഭ്യാസം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ധാരണാപത്രങ്ങൾ കൈമാറി ഇന്ത്യയും ഇസ്രായേലും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും തമ്മിൽ നടന്ന പ്രതിനിധിതല ചർച്ചകൾക്ക് ശേഷമാണ് ധാരണാപത്രങ്ങൾ കൈമാറിയത്. ആഴത്തിലുള്ള വിശ്വാസം, ജനാധിപത്യ മൂല്യം എന്നിവയിൽ അധിഷ്ഠിതമാണ് ഇന്ത്യ ഇസ്രായേൽ ബന്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംയുക്ത പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഇസ്രായേൽ ഭീകരാക്രമണത്തെയും പെഹൽഗാം ഭീകരാക്രമണത്തെയും ഇരു നേതാക്കളും അപലപിച്ചു. ഇന്ത്യൻ വംശജരായ ജൂത സമൂഹവുമായും പ്രധാനമന്ത്രി സംവദിച്ചു. പ്രധാനമന്ത്രിയുടെ ഇസ്രായേൽ സന്ദർശനം വിജയകരമായിരുന്നു എന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധം സവിശേഷ തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചതായും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. A very productive visit which has deepened bilateral cooperation across multiple sectors. It underscores the commitment of Prime Minister Modi in particular to harness technology and innovation for inclusive growth, and the commitment of both leaders to make the bilateral special strategic partnership for peace, innovation and prosperity more productive and impactful. 2 ദിവസത്തെ ഇസ്രായേൽ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. ഇന്ത്യ ഇസ്രായേൽ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ആദ്യ റൌണ്ട് ചർച്ചകൾ ന്യൂഡൽഹിയിൽ വിജയകരമായി പൂർത്തിയായി. 4 ദിവസത്തെ ചർച്ചയ്ക്കാണ് ഇന്നലെ സമാപനമായത്. ചരക്കു സേവനം, വ്യാപാരത്തിലുള്ള സാങ്കേതിക തടസ്സങ്ങൾ, കസ്റ്റംസ് നടപടിക്രമങ്ങൾ, ബൗദ്ധിക സ്വത്തവകാശം, ഡിജിറ്റൽ വ്യാപാരം ഉൾപ്പെടെയുള്ളവ ചർച്ച ചെയ്തു. 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഇന്ന് മുംബൈയിലെത്തും. അദ്ദേഹത്തിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. അടുത്ത 2 ദിവസം പ്രത്യേക വ്യാപാര ചർച്ചകളിൽ പങ്കെടുക്കുന്ന അദ്ദേഹം ഇന്ത്യ കാനഡ CEOമാർ, വ്യാവസായിക സാമ്പത്തിക വിദഗ്ധർ, നൂതനാശയ വിദഗ്ധർ, അധ്യാപകർ തുടങ്ങിയവരുമായി സംവദിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. മാർച്ച് 1 മാർക്ക് കാർണി ന്യൂഡൽഹി സന്ദർശിക്കും. ഹൈദരാബാദ് ഹൌസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പ്രതിനിധിതല ചർച്ചകൾ നടത്തും. വിമാനയാത്രക്കാർക്ക് ആശ്വാസകരമായ പരിഷ്കാരങ്ങളുമായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ടിക്കറ്റ് ബുക്കിംഗ്, റദ്ദാക്കൽ, പേരുതിരുത്തൽ എന്നിവയുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളിലാണ് പ്രധാന മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. ടിക്കറ്റ് ബുക്ക് ചെയ്ത് 48 മണിക്കൂറിനുള്ളിൽ അധിക നിരക്കില്ലാതെ മാറ്റങ്ങൾ വരുത്താനുള്ള ലുക്ക് ഇൻ സൗകര്യവും
14 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ റീഫണ്ട് ഉറപ്പാക്കലും പുതിയ പരിഷ്കാരങ്ങളിൽ ഉൾപ്പെടുന്നു. എയർലൈൻ വെബ്സൈറ്റുകൾ വഴി ബുക്ക് ചെയ്യുന്ന യാത്രക്കാർക്ക് ടിക്കറ്റിലെ പേരിൽ തിരുത്തൽ ആവശ്യമുണ്ടെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ സൗജന്യമായി തിരുത്താനും സൗകര്യമുണ്ടാകും. സമൂഹ മാധ്യമങ്ങളിൽ ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ പേരും രജിസ്ട്രേഷൻ നമ്പറും വ്യക്തമാക്കണമെന്ന് നിർദ്ദേശിച്ച് സെബിയുടെ കീഴിലുള്ള സ്റ്റോക്ക് ബ്രോക്കർമാർ, മ്യൂച്വൽ ഫണ്ടുകൾ, ഏജന്റുമാർ തുടങ്ങിയവർക്ക് പുതിയ നിയമം ബാധകമാണ്. മെയ് 1 മുതൽ പരിഷ്കാരം പ്രാബല്യത്തിൽ വരും. വ്യാജ വാർത്തകളും അംഗീകാരമില്ലാത്ത ഉപദേശങ്ങളും തടയുന്നതിന്റെ ഭാഗമായാണ് നീക്കം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News _TVM X ഹാൻഡിലും ലഭ്യമാണ്. പശ്ചിമബംഗാളിലെ അന്തിമ വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. നിലവിൽ 7,08,00,000 വോട്ടർമാരാണ് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 58 ലക്ഷത്തോളം പേരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതേസമയം വോട്ടർമാരെ കൂട്ടത്തോടെ ഒഴിവാക്കിയെന്ന മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ആരോപണം കമ്മീഷൻ തള്ളി. സംസ്ഥാനത്ത് ഈ വർഷം ജനുവരി 1 18 വയസ്സ് പൂർത്തിയായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ ബന്ധപ്പെട്ട ബൂത്ത് ലെവൽ ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. തിരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുള്ളത്. ജൈവ മാലിന്യം സംസ്കരിച്ച് കംപ്രസ്ഡ് ബയോഗ്യാസും ജൈവവളവും ഉൽപ്പാദിപ്പിക്കുന്ന എറണാകുളം ബ്രഹ്മപുരം കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. മന്ത്രി MP രാജേഷ് അധ്യക്ഷനാകും. മന്ത്രി P രാജീവ്, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തുടങ്ങിയവർ പങ്കെടുക്കും. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ ബ്രഹ്മപുരത്തെ കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ ഭൂമിയിലാണ് പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത്. കേരളത്തിലെ 14-ാം നൂറ്റാണ്ട് മുതൽക്കുള്ള ഭരണപരമായ താളിയോല രേഖകൾ ഒരുമിച്ച് സംരക്ഷിച്ച് സൂക്ഷിക്കുന്നതിന് തിരുവനന്തപുരത്ത് ആരംഭിച്ച ആർക്കൈവ്സ് ആൻഡ് ഹെറിറ്റേജ് സെന്ററിന്റെ ഉദ്ഘാടനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M പള്ളുരുത്തി. തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട 1 കോടിയോളം വരുന്ന താളിയോല രേഖകളും കൊച്ചി മലബാർ മേഖലകളിൽ നിന്നുള്ള 5 ലക്ഷത്തോളം വരുന്ന താളിയോല രേഖകളുമാണ് കാര്യവട്ടത്തെ പുരാരേഖാ കേന്ദ്രത്തിൽ സൂക്ഷിക്കുക. തിരുവിതാംകൂർ രാജവംശവുമായി ബന്ധപ്പെട്ട കോട്ടക്കകത്തും കൊച്ചി രാജവംശവുമായി ബന്ധപ്പെട്ട പഴയ കണയന്നൂർ താലൂക്ക് ഓഫീസ് കെട്ടിടത്തിലും ചിറക്കൽ, അറക്കൽ രാജവംശങ്ങളുമായി ബന്ധപ്പെട്ട കോഴിക്കോടും സൂക്ഷിച്ചിട്ടുള്ള രേഖകൾ പുതിയ കേന്ദ്രത്തിലേക്ക് മാറ്റും. വട്ടെഴുത്ത്, കോലെഴുത്ത് ലിപികളിലുള്ളവയാണ് ഇവിടെ സൂക്ഷിക്കുന്ന താളിയോലകളിൽ പലതും. ഇവ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനുള്ള സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്ന പദ്ധതിയും പുരാരേഖാ വകുപ്പ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് മടങ്ങുന്ന തീർത്ഥാടകർക്കായി തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഇത്തവണ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. സ്റ്റേഷനിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് യാത്രക്കാരുടെ പ്രവേശനത്തിന് മാറ്റം വരുത്തിയിരിക്കുന്നത്. മുൻ വർഷങ്ങളിൽ കിഴക്കേക്കോട്ട ഭാഗത്തു നിന്നുള്ളവർ ഉപയോഗിച്ചിരുന്ന പവർ ഹൌസ് റോഡിലെ കവാടത്തിലൂടെ ഇത്തവണ പ്രവേശനം അനുവദിക്കില്ല. ട്രെയിൻ പുറപ്പെടുന്ന സമയത്തിനനുസരിച്ച് മാത്രമേ യാത്രക്കാരെ അകത്തേക്ക് പ്രവേശിപ്പിക്കൂ. കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. 10-ാം ബ്ലോക്കിലെ അനീഷാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയാണ് ആക്രമണം ഉണ്ടായത്. ICC പുരുഷ 2020 ലോകകപ്പ് ക്രിക്കറ്റിലെ സൂപ്പർ 8 ഗ്രൂപ്പ് 1-ൽ സിംബാബ്വേയെ 72 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ. ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യ ഉയർത്തിയ 257 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന സിംബാബ്വേക്ക് നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 184 റൺസ് നേടാനേ സാധിച്ചുള്ളൂ. ഇന്ത്യയ്ക്കായി ഹർഷദീപ് സിംഗ് 3 വിക്കറ്റുകൾ വീഴ്ത്തി. ഞായറാഴ്ച നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ നേരിടും. പാരദ്വീപ് തുറമുഖത്ത് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ബോട്ട് ജെട്ടി വികസിപ്പിക്കുന്നതിന് തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം അംഗീകാരം നൽകി. 797 കോടി രൂപയിലധികം ചിലവ് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതി നിർമ്മാണ പ്രവർത്തന കൈമാറ്റ കരാർ അടിസ്ഥാനത്തിൽ പാരദ്വീപ് പോർട്ട് അതോറിറ്റിയാണ് നടപ്പിലാക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജസ്ഥാനിലെ ജയ്സൽമീറിലെത്തി. ഇന്ത്യൻ വ്യോമസേനയുടെ വായുശക്തി അഭ്യാസം രാഷ്ട്രപതി ഇന്ന് വീക്ഷിക്കും. വികസിത ഭാരതത്തിനായി സാങ്കേതിക വിദ്യ, പരിഷ്കാരങ്ങൾ, ധനകാര്യം എന്ന വിഷയത്തിലെ ബജറ്റാനന്തര വെബിനാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും. ഇന്ത്യ-ഇസ്രയേൽ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ആദ്യ റൌണ്ട് ചർച്ചകൾ ന്യൂഡൽഹിയിൽ വിജയകരമായി പൂർത്തിയായി. 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഇന്ന് മുംബൈയിലെത്തും. ബ്രഹ്മപുരം കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കും. ICC പുരുഷ 2020 ലോകകപ്പ് ക്രിക്കറ്റ് സൂപ്പർ 8-ൽ സിംബാബ്വേക്കെതിരെ ഇന്ത്യയ്ക്ക് 72 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.